ചോട്ടാ മുംബൈയുടെ റീ റിലീസിന് ശേഷം മറ്റൊരു നേട്ടം കൂടെ മോഹൻലാൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. 75 ദിവസത്തിനുള്ളിൽ മോഹൻലാലിന്റെ 3 സിനിമകൾ ചേർന്ന് നേടിയത് 500 കോടി രൂപയാണ്. ബ്രഹ്മാണ്ഡ ചിത്രമായ എമ്പുരാൻ 266.3 കോടി രൂപ നേടിയപ്പോൾ പിന്നാലെ വന്ന തുടരും 233 കോടി രൂപയും നേടിയിരുന്നു. ഇതിനു പിന്നാലെ ചോട്ടാ മുംബൈയും വന്നതോടെ മോഹൻലാൽ 500 കോടി തൊട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മോഹൻലാൽ സിനിമകൾക്ക് റീ റിലീസിൽ ലഭിക്കുന്ന സ്വീകരണവും വിസ്മയിപ്പിക്കുന്നത് തന്നെയാണ്. ദേവദൂതൻ 5 കോടി കടന്നപ്പോൾ സ്ഫടികവും മണിച്ചിത്രത്താഴും രണ്ടാം വരവിൽ 4 കോടിയിലധികം രൂപ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരുന്നു. ഇക്കൂട്ടത്തിലേക്കുള്ള ചോട്ടാ മുംബൈയുടെ അതിവേഗമുള്ള കുതിപ്പ് ആരാധകരെയും സിനിമാ ലോകത്തെയും ഒരുപോലെ ആവേശം കൊള്ളിച്ചിരിക്കുകയാണ്. വരും നാളുകളിൽ കൂടുതൽ മോഹൻലാൽ ചിത്രങ്ങളുടെ റീ റിലീസുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് ആരാധകർക്കെല്ലാം തന്നെ. മിക്ക തിയേറ്ററുകളിലും ഇതിനോടകം തന്നെ ചോട്ടാ മുംബൈയുടെ ഷോകളുടെ എണ്ണം കൂട്ടിയിട്ടുമുണ്ട്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ആരാധകർ തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.